ഹലോ, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റംദ സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡായിട്ടാണ് ഞാനിത് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടതിന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ഉണ്ടാക്കിയെന്ന്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഷാർജ ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് നമുക്കിതാ ഒരു 1/4 കിലോ നല്ല പഴുത്തിട്ടുള്ള ചെറുപഴം എടുക്കണം. ചെറുപഴം എടുത്തിട്ടുണ്ട്, അത്രയും നല്ല. ഇതില്ലെങ്കിലും മൈസൂർ പഴം എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 7 പേർക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ചെറുപഴമൊക്കെ നമ്മുടെ മിക്സിയുടെ വലിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പാലിലെ കട്ട വേണം. നന്നായിട്ട് കട്ടയാക്കി എടുത്തിട്ടുള്ള പാലാണിത്. അപ്പോൾ ഇത് 1 ലിറ്റർ പാലുണ്ട് കേട്ടോ. അത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം കട്ടയാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി അതിൻ്റെ പകുതി പോർഷൻ നമുക്ക് ഈ ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ലിറ്ററിൻ്റെ പാലായതുകൊണ്ട് തന്നെ നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പകുതിയായിട്ട് നമുക്കിത് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പാല് നമ്മൾ എടുക്കുന്ന നേരം എപ്പോഴും തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് കട്ടിയാക്കാം കേട്ടോ. അതായിരിക്കും നമ്മുടെ ഹെൽത്തിന് നല്ലത്. അങ്ങനെ പാൽക്കട്ടയുടെ പകുതി പോർഷൻ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ബൂസ്റ്റാണ്. അപ്പോൾ ബൂസ്റ്റിന് പകരം നമുക്ക് ഹോർലിക്സും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 3 പാക്കറ്റ് ബൂസ്റ്റ് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ 3 പാക്കറ്റ് ബൂസ്റ്റിൻ്റെ പൊടി 5 രൂപേൻ്റെ സാഷ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡാക്കി എടുക്കുക ഹൈ സ്പീഡിൽ. അപ്പോൾ കണ്ട ഈ ഒരു നല്ല തിക്കായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിൽ നമ്മൾ ഷേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ബാച്ച് അടിക്കണം. അതിനായിട്ട് ഇതാ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കി പാലുണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ആ വലിയ ജാറിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പാൽക്കട്ടയും കൂടി ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 കപ്പ് കാഷ്നട്ടോ അല്ലെങ്കിൽ 1/2 കപ്പ് നിലക്കടലയോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുക്കുന്നതിൻ്റെ വീഡിയോ സ്കിപ്പായിപ്പോയി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിലക്കടയോ അല്ലെങ്കിൽ കാഷ്നട്ടോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/2 കപ്പ് കാഷ്നട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും പിന്നെ ആവശ്യത്തിനുള്ള മധുരവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡാക്കി കൊടുക്കുക. ഇതിൽ നമുക്ക് ഐസ്ക്രീമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ, വാനില ഐസ്ക്രീം. അങ്ങനെ ആദ്യം അടിച്ചു വെച്ചതും ഇപ്പം രണ്ടാമത് നമ്മൾ കാഷ്നട്ടും കൂടിയായിട്ടുള്ള അടിച്ചു വെച്ചതും കൂടിയിട്ട് രണ്ടും കൂടി നമുക്ക് വലിയൊരു പാത്രത്തിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഷാർജ ഷേക്ക് ഇവിടെ റെഡിയായി. അപ്പം നമുക്കിത് എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം കേട്ടോ. ഐസ്ക്രീം വെച്ച് സെർവ് ചെയ്യാം, ചോക്ലേറ്റിന് സിറപ്പ് വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു 7 ഗ്ലാസ് ഉണ്ടാവും കേട്ടോ നമ്മൾ അടിച്ചു വെച്ചത്. ഇനി അവസാനമായിട്ട് നമുക്കിതിൻ്റെ മേലിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലിൽ കുറച്ച് ബൂസ്റ്റ് പൊടിയും കൂടി വിതറി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു നോമ്പിൻ്റെ തുറക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ കുടിക്കുന്നത് നല്ലൊരു ആശ്വാസമാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. നല്ല തിക്കായിട്ടുള്ള നല്ലൊരു ഷേക്കാണിത്. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബനൂസ് വേൾഡ്.